കുട്ടികൾക്കുള്ള പട്ടുപാവാടയുടെ ബ്ലൗസില്ലേ, അതുപോലത്തെ ബ്ലൗസ് തയ്ക്കാനാണ്. അതിന് ഈസി ആയിട്ടുള്ളൊരു കട്ടിങ് ആട്ടോ ഒന്ന് കാണിക്കണത്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ജമ്പർ സ്റ്റിച്ച് ചെയ്യാനാട്ടോ. ഒരു ഡാൻസിനുള്ളതാണ്. അപ്പോൾ ഡാൻസിനുള്ളൊരു ടോപ്പ് അടിക്കണം. അപ്പോൾ അതിന് ലൈനിങ് വെച്ചിട്ടാട്ടോ, ഈ ഒരു മെറ്റീരിയൽ ലൈനിങ് വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാം കേട്ടോ ആദ്യം. അത് ഈ ടോപ്പ് വെച്ചിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അടിഭാഗത്ത് 1 ഇഞ്ച് വിട്ട് കൊടുക്കണം കേട്ടോ, മടക്കി അടിക്കാനുള്ളതാണ്. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം മാർക്ക് ചെയ്താൽ മതി. ഇത് ബാക്ക് നെക്കാണ്, ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത്. പിന്നെ കഴുത്തിൻ്റെ ഇവിടെ സ്റ്റിച്ചിങ് വരിക. അപ്പോൾ ഇതിനേക്കാളൊരു 1/4 ഇഞ്ച് ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ വരിക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈക്കുഴിയുടെ ഇവിടെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇട്ടിട്ട് എടുക്കുക. ഇവിടെ ഒരു 1.5 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ചിങ് ലൈനാണ്. ഇവിടെ ഒരു ഓപ്പൺ വരുന്നുണ്ട്, ആ ഓപ്പണിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പ് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പണിൻ്റെ അവിടേക്ക് 1 ഇഞ്ച് മാത്രം മതി കേട്ടോ വീതി. ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്യുക കേട്ടോ. ഈ മാർക്കിങ് കേട്ടോ തയ്യൽ തുമ്പിന് വിട്ടത് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ താഴത്തേക്കും ഫ്രണ്ട് നെക്ക് ഒന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തയ്യൽ തുമ്പ് ഇട്ട ഈ മാർക്കിങ്ങിൽ നിന്ന് ഈ ഒരു കൈക്കുഴിയുടെ ഈ ഒരു ലൈനിലേക്ക് ചെസ്റ്റ് ലൈൻ ആട്ടത് അതിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈക്കുഴി ഇതിൻ്റെ ഒരു പകുതിയുടെ ഈ ഒരു ലൈനിൻ്റെ പകുതിക്കൊന്ന് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ കറക്റ്റ് അളവിൻ്റെ കൊടുക്കണം. ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡാർട്ട് വരുന്നുണ്ട്. ഡാർട്ട് വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ടേപ്പ് കൊണ്ട് അളക്കാൻ ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. അങ്ങനെ വെച്ചാൽ ഇവിടെ കൈ കുത്തി കൊടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കൈ വെച്ച് കുത്തി കൊടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഇതിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ തയ്യൽ തുമ്പ് കയറി പോകുമ്പോൾ ഡാർട്ട് കയറി പോകുള്ളൂ. അപ്പോൾ അത് ഇവിടെ നിന്നിട്ട് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഡാർട്ടിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ബാക്ക് പീസ് വെട്ടി കൊടുക്കുക കേട്ടോ.
ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഈ ഡാർട്ട് എല്ലാ പീസിൽക്കും ഈ പുറത്തേക്കൊക്കെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേന എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അവിടെ ഡാർട്ട് മാർക്ക് ചെയ്യുക. എന്താ കളി സെൻറ്റർ മാർക്ക് ചെയ്യുക. എൻ്റെ പാട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലത്തെ ഈ ബാക്ക് പീസ് മാറ്റി കൊടുക്കാം കേട്ടോ. ബാക്ക് പീസ് മാറ്റിയതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ ഫ്രണ്ട് നെക്കും വെട്ടുന്നത്. പിന്നെ കൈക്കുഴി ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഈ ലൈനിൻ്റെ സെൻട്രലിലേക്ക് ആക്കിയിട്ട് ഇവിടേക്കൊരു 1/2 ഇഞ്ചോളം കുഴിച്ചിട്ട് 1/4 ഇഞ്ചോളം കുഴിച്ചിട്ട് നെക്കും വെട്ടി കൊടുക്കുക. ലൈനിങ്ങിന് മാർക്ക് ചെയ്തിട്ട് പിന്നെ മെയിൻ പീസിൽ വെച്ചിട്ട് വെട്ടുകട്ടോ ചെയ്യുക. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. മെയിൻ പീസ് ഇതായതുപോലെ 4 ആക്കിയിട്ട് മടക്കുന്നുണ്ട്. കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ചോക്ക് പോയി. നെക്ക് കട്ട് ചെയ്യണില്ല. ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കട്ടോ. നെക്ക് അടിച്ചതിൻ്റെ ശേഷം കേട്ടോ കട്ട് ചെയ്യണത്. ബാക്ക് പീസ് വെച്ചിട്ട് വെട്ടണം. കൈക്കുഴി കുഴിച്ച് വെട്ടിയതല്ലേ, അത് കാരണം ബാക്ക് പീസ് വെച്ചിട്ടാട്ടോ വെട്ടേണ്ടത്. ടോപ്പിന് കൊടുക്കാനുള്ള ഭാഗം ഇത് കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തതിൻ്റെ ഒരു പോയിൻ്റ് പുറത്തേക്ക് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞു പോവുള്ളൂ. അവിടെ ഒന്ന് മാർക്ക് ഇട്ട് കൊടുക്കാം. ഇത് നോച്ചിട്ട് കൊടുക്കാം കേട്ടോ.
ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, അല്ല ബോഡി പാർട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവിന് അയൺ ചെയ്തെടുക്കട്ടെ. ഇനി ബാക്കിയുള്ള ഈ ഒരു നീളത്തിലുള്ള ഈ പീസ് ഇതുപോലെ അങ്ങനെ 4 ആക്കി മടക്കിയെടുക്കുക. ഇനി 5 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. ഞാനൊരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം, പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടേക്കൊരു 2.5 ഇഞ്ച് താഴ്ചയിൽ, ഇവിടേക്കൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ അളവ് ബ്ലൗസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ ഷോൾഡറിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ കൈക്കുഴിയുടെ ഈ ഭാഗം മാർക്ക് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക. തൊട്ട് കൈക്കുഴിയുടെ ഭാഗം വന്നിടത്തുനിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇവിടെ തയ്യൽ തുമ്പിൻ്റെ ഭാഗം. ഇനി ഇതൊന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ, ചെറിയൊരു ഷേപ്പ്. അങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ചതിന് ശേഷം കേട്ടോ ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് ഒന്ന് കുഴിച്ചിട്ട് ഫ്രണ്ട് പീസ് ഒന്നുകൂടി ഷേപ്പ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വരച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഇതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരക്കട്ടെ. ഇവിടെ നമുക്ക് പ്ലീറ്റ്സ് ഇടാണ്ട്. കട്ടിങ് വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. ഇതിന് ലൈനിങ് വെക്കണില്ല കേട്ടോ. ഇത് നിവർത്തി പിടിച്ചിട്ട് സെൻറ്റർ അതാ നാം ഹോള് കുഴിച്ച് വെട്ടി കൊടുക്കും. ഈ കുഴിച്ച ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊരു നീളത്തിലൊരു പീസ് എടുത്തിട്ട് ഇവിടെ ഞെറിട്ടതിന് ശേഷം ഇവിടെ ഒരു പടി വെച്ച് കൊടുക്കാണ്ട്. 1 ഇഞ്ച് വീതിയിലൊക്കെ മതി. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഇത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉപകാരം ഉണ്ടാവില്ല, അപ്പോൾ അത് ഇതുപോലെ ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കയ്യിൻ്റെ വണ്ണം എത്ര വെച്ചാൽ അതിനേക്കാട്ടിലും 1 ഇഞ്ച് കൂട്ടിയിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം. ഒപ്പം വെച്ചിട്ടൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇത്ര വീതിയുള്ള പീസ് മതി കേട്ടോ ഇതിൻ്റെ തെല്ലത്ത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്.